വെൽക്കം ടു AZB അക്കാഡമി. നമുക്ക് ഇപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഡിപ്ലോമ ബിടെക് കഴിഞ്ഞിട്ടുള്ളവർക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ജൂൺ 30 നോട്ടിഫിക്കേഷൻ വന്നത്. ഓഗസ്റ്റ് 5 എന്തോ ആണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പം എല്ലാവരും ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാവരും ആ ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്ത് നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങുക. അപ്പോൾ നമുക്ക് ഇതിന് തൊട്ട് മുമ്പത്തെ വർഷങ്ങളിൽ ഈ ഒരു സെയിം പോസ്റ്റ് വിളിച്ചിരുന്നപ്പോൾ ഉള്ള സിലബസ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇനി ഇപ്രാവശ്യത്തെ സിലബസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുമോ എന്നുള്ളത് നമുക്ക് നമ്മളെ എക്സാം കൺഫർമേഷൻ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഒരു സിലബസ് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നിലവിലുള്ള നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ നമുക്കിപ്പം സിലബസ് വന്നിരിക്കുന്നത്, ഇത് ഇത്രയും എക്സാമുകൾക്ക് വേണ്ടി ഒന്നിച്ചൊറ്റ എക്സാം ആയിരുന്നു ലാസ്റ്റ് തവണ നടത്തിയിരുന്നത്. അതായത് അതിൽ ഇലക്ട്രീഷ്യൻസും എന്നുള്ള പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും കാറ്റഗറി നമ്പർ വരുന്ന ആ ഒരു പോസ്റ്റിലേക്കായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നടത്തിയിരുന്നത്. അപ്പോൾ ഇതിൽ സിലബസിൽ നമുക്ക് പ്യുവറായിട്ടുള്ളൊരു ഇലക്ട്രിക്കൽ കോറായിട്ടുള്ള സബ്ജക്റ്റ് വെച്ചുള്ള എക്സാംസ് ആണ് നമുക്കിതിൽ വരുന്നത്. അതായത് വേറെ ട്രേഡോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് ഉള്ളത് ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അതെല്ലാ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബേസ്ഡ് ആയിട്ടുള്ള എക്സാമിനും നമുക്ക് ഉള്ള ഒരു ഒഴിവാക്കാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി. ആ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റിയിൽ നമുക്ക് വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്, എനർജി, പവർ ഡെഫിനിഷൻസ് ആൻഡ് യൂണിറ്റ്സ്, ഓംസ് ലോ സ്റ്റേറ്റ്മെന്റ്, സിമ്പിൾ പ്രോബ്ലംസ് റിലേറ്റഡ് ഓംസ് ലോ, power and energy, resistance in series and series and parallel, simple problems, Kirchhoff law, KVL and KCL എന്നുള്ള ഏറ്റവും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമുക്ക് മൊഡ്യൂൾ 1 അപ്പോൾ നമുക്ക് നിലവിലിപ്പോൾ എക്സാംസുകൾ ഏതൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്? നമുക്ക് ഓഗസ്റ്റ് 14 വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ എക്സാം വരുന്നുണ്ട്. സെപ്റ്റംബർ 30 മസ്തൂർ എക്സാം വരുന്നുണ്ട്. അപ്പം ഈ ഒരു കോച്ചിങ്ങിനായിട്ട് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഏകദേശം അവർ ഈ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി എന്നുള്ളൊരു പോർഷൻസ് എല്ലാം കവർ ചെയ്തിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ നമ്മൾ എത്രത്തോളം നമ്മൾ കവർ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ മാക്സിമം അതെന്ത് ചെയ്യുക, നമ്മളത് പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സിലായി? നമ്മളിപ്പോൾ ഒരു ടോപ്പിക്ക് നമ്മളത് പഠിച്ചു, ഓക്കെ, ഇനി അത് കംപ്ലീറ്റ് ആയിട്ട് ഇനി നോക്കണ്ട എന്നുള്ളൊരു തീരുമാനം നമ്മൾ ഒരിക്കലും എടുക്കാൻ പാടില്ല. നമ്മൾ അതിൻ്റെ അടുത്തടുത്ത ടോപ്പിക്കുകൾ നമ്മൾ എന്താ പറയുക, ഒരു കടൽ പോലെ ഇങ്ങനെ കിടക്കുകയാണ് അല്ലേ നമ്മുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഒരു മഹാസമുദ്രം പോലെ കിടക്കുകയാണ്. എവിടെ തുടങ്ങണം, എന്ത് തുടങ്ങണം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഫുൾ കവർ ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ടൈം കിട്ടുന്നതനുസരിച്ച് മാക്സിമം എത്രത്തോളം നമുക്ക് കവർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കവർ ചെയ്യാൻ പറ്റും. കാരണം ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഓംസ് ലോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കിർച്ചോഫ് വോൾട്ടേജ് കറണ്ട് ലോ ആയിക്കോട്ടെ, ഇതെല്ലാം അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ട്രേഡിനോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും ഒരു നീതി എന്ന് നമുക്ക് വേണ്ടി പറയാം. അത് ആ ഒരു പോർഷൻസ് എല്ലാവരും പഠിച്ചിരിക്കണം. അതിൽ വരുന്നതാണ് വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്, എനർജി, പവർ, എല്ലാ കാര്യങ്ങളും അതിൽ തന്നെ കവറപ്പായി പോകുന്നു. ഇനി രണ്ടാമത്തെ മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ എത്ര മാർക്കാണ്? 10 മാർക്കാണ് കേട്ടോ ആ ഒരു ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് നോക്കാം ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിസം. ഏതൊക്കെ ടോപ്പിക്കാണ് വരുന്നത്? കുറച്ച് പോർഷൻ ഉണ്ട്. ഇലക്ട്രോ സ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസം എന്നുള്ളൊരു പോർഷനാണ്. ഇതും ഒരു ഫണ്ടമെന്റൽസ് ഓഫ് ബേസിക് ഇലക്ട്രിസിറ്റിയിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇലക്ട്രോ സ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെയാണുള്ളത്? ലോസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, പെർമിറ്റിവിറ്റി, ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇക്വേഷൻസ് ആൻഡ് സിമ്പിൾ പ്രോബ്ലംസ്, ലൈറ്റിംഗ് ഫെനോമെന, പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ്, ഡയലക്ട്രിക്കൽ സ്ട്രെങ്ത്, capacitors in series and parallel, energy stored in a capacitor, Coulomb's law, permeability, magnetic flux density, reluctance, MMF, Faraday's laws of electromagnetic induction, Lenz's law, self-inductance, mutual inductance, energy stored in an inductor, Fleming's law. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. അതിൽ നമുക്കിതിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സും ഇലക്ട്രോ മാഗ്നറ്റിസവും നമുക്കൊന്ന് കമ്പയർ ചെയ്ത് വേണമെങ്കിൽ പഠിക്കാം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇലക്ട്രോസ്റ്റാറ്റിക്കിലുള്ള കുറേ അനലോഗസ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് എവിടെയുമുണ്ട്, നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിസത്തിലും ഉണ്ട്. അപ്പോൾ ഒരു കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എളുപ്പമായിരിക്കും. അത് കൂടാതെ ബാക്കിയുള്ള ബേസിക് ആയിട്ടുള്ള ടോപ്പിക്സുകൾ കാര്യങ്ങളും ഇതിലും ഒരു ബേസിക് കണ്ടന്റ് ആണ് കേട്ടോ കൂടുതലും വരുന്നത്. ഇപ്പോൾ കൂളോംസ് ലോ ആയിക്കോട്ടെ, ലെൻസസ് ലോ ആയിക്കോട്ടെ, ഫാരഡേസ് ലോസ് ആയിക്കോട്ടെ, ഇതെല്ലാം ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്ത് അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന്, അതായത് ഇപ്പോൾ ഇന്ന് പഠിച്ച് ഇനിയിപ്പം പഠിക്കേണ്ട എന്നുള്ള രീതിയിൽ ഒരിക്കലും പോകരുത്. അത് ബ്രഷ് അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, എന്നാൽ മാത്രമേ നമുക്കത് ഓർമ്മയിൽ നിൽക്കത്തുള്ളൂ. ഒരുപാട് കൺഫ്യൂഷൻ ഫാക്ടേഴ്സും ഉള്ള ഒരു ടോപ്പിക്കാണ് ഇത് കേട്ടോ. അതായത് ഇപ്പോൾ പെർമിറ്റിവിറ്റിയും പെർമിബിലിറ്റിയും ഒക്കെ ആയിട്ട് നമുക്ക് വ്യത്യാസം ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ ചിലപ്പം ഒരു കൺഫ്യൂഷൻ ആയിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അതൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കുക. ഇന്ന ഫാക്ടേഴ്സൊക്കെ ഇന്ന കാര്യത്തിൽ, ഇന്ന ഫാക്ടേഴ്സൊക്കെ ഇന്ന ടോപ്പിക്സിൽ എന്നുള്ളത് ഒരു കമ്പയർ ചെയ്ത് പഠിച്ചാൽ തന്നെ അത്യാവശ്യം നമുക്ക് ഓർമ്മയിൽ നിൽക്കും. പിന്നെ നിങ്ങൾക്ക് കമ്പൈൻ സ്റ്റഡി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ആരെങ്കിലും ഒക്കെ ഈ സെയിം സബ്ജക്റ്റുകൾ ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പം ഈ ഒരു ടോപ്പിക്കും 10 മാർക്കിന് തന്നെയാണ് ക്യാരി ചെയ്യുന്നത്. ഇനി നമുക്ക് മൊഡ്യൂൾ 3 വരുമ്പോഴത്തേക്കിനും ഫണ്ടമെന്റൽസ് ഓഫ് എ സി സിസ്റ്റമാണ്. ഫണ്ടമെന്റൽ ഓഫ് എ സി സിസ്റ്റത്തിൽ നമുക്ക് ജനറേഷൻ ഓഫ് എ സി വോൾട്ടേജ്, ഇക്വേഷൻ ഓഫ് വോൾട്ടേജ്, ബേസിക് ടേം, ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, സൈക്കിൾ, ടൈം പീരീഡ്, ആവറേജ് വാല്യൂ, ഇൻസ്റ്റന്റേനിയസ് വാല്യൂ, RMS വാല്യൂ, ഫോം ഫാക്ടർ, പീക്ക് ഫാക്ടർ, ഇക്വേഷൻസ് and related simple problem, AC through resistance, inductance and capacitance, star delta connections, 3-phase AC system, line and phase relationship in star and delta system. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എ സി സിസ്റ്റത്തിലേക്ക് വന്നിരിക്കുകയാണ്. മൊഡ്യൂൾ 3 വരുമ്പോഴത്തേക്കിനും ഫണ്ടമെന്റൽസ് ഓഫ് എ സി സിസ്റ്റമാണ്. അപ്പോൾ അതിലെങ്ങനെയാണ് ഒരു എ സിയുടെ ജനറേഷൻ, അതിൻ്റെ ഒരു വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എന്താണ്, ഇനി ബേസിക് ടേം, ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, സൈക്കിൾ, ടൈം പീരീഡ്, ആവറേജ് വാല്യൂ, ഇൻസ്റ്റന്റേനിയസ് വാല്യൂ, RMS വാല്യൂ, അതായത് ഒരു എ സി സംബന്ധിച്ചിടത്തോളം, എ സി വേവുകളെ സംബന്ധിച്ചിടത്തോളമുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 3 വരുന്നത്. അതും എത്ര മാർക്ക് ക്യാരി ചെയ്യുന്നു? 10 മാർക്ക് ക്യാരി ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള എ സി ഒക്കെ ഇച്ചിരി ഡീൽ ചെയ്യുമ്പോഴത്തേക്കിനും ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിനായിട്ടുള്ള ടിപ്പ് ആൻഡ് ട്രിക്സുകളെല്ലാം നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതൊന്ന് ഡീൽ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി അടുത്തൊരു ടോപ്പിക്കാണ് മൊഡ്യൂൾ 4 വരുമ്പോഴത്തേക്കിനും മെഷർമെന്റ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. അതായത് നമ്മുടെ ലാബുകളിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള പല മീറ്റേഴ്സ് ഉണ്ട്. അമ്മീറ്റേഴ്സ്, വോൾട്ടിമീറ്റേഴ്സ്, ഫ്രീക്വൻസി മീറ്റർ, ഓം മീറ്റർ, അങ്ങനെയുള്ള മീറ്റേഴ്സുകളുടെ എല്ലാം കൺസ്ട്രക്ഷനും അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും അടങ്ങുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അത് നമുക്കതൊരു ഇൻട്രസ്റ്റിംഗ് ഉള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മീറ്റേഴ്സുകളുടെ എല്ലാം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണം. അല്ലെങ്കിൽ അതിപ്പോൾ എ സി ഡീൽ ചെയ്യുന്നതുകൊണ്ട്, ഡി സി ഡീൽ ചെയ്യുന്നുണ്ട്, എ സിയും ഡി സിയും ഡീൽ ചെയ്യുന്നുണ്ട്, പിന്നെ ഏതൊക്കെ പല ടൈപ്പുകളുണ്ട്, മനസ്സിലായ? ഇപ്പം പെർമനന്റ് മാഗ്നറ്റ് വരുന്നുണ്ട്, മൂവിങ് കോയിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻഡക്ഷൻ ടൈപ്പ് മെത്തേഡ് വരുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള പല ടൈപ്പുകളായിട്ടുള്ള മെഷർമെൻറ്റ് ഡിവൈസുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ചാൽ അതും വളരെ ഈസി ആയിട്ട് നമുക്കിതൊന്നും ഈ ടോപ്പിക്കുകളൊന്നും ഇത് വലിയ പാടാണെന്നുള്ളൊരു എന്താ പറയുക, ഒരു ഓവർ തിങ്കിങ് നമ്മുടെ ഈ ഒരു കാര്യത്തിൽ കൊണ്ടുവരാതിരുന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് റിലാക്സ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇപ്പോൾ. കാരണം നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടതേ ഉള്ളൂ. അപ്പോൾ ആ വിളിക്കുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻസ് എല്ലാം നിങ്ങൾക്ക് ഈ സമയമാകുമ്പോൾ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് റിവിഷൻ ഉൾപ്പെടെ കംപ്ലീറ്റ് ചെയ്ത് വെക്കാനായിട്ടുള്ളൊരു സമയം ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന് വേണ്ടുന്നുള്ള തയ്യാറെടുപ്പുകൾ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ സിലബസ് എന്ത് ചെയ്യുക, ഒന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് വെക്കുക. നിങ്ങളുടെ റൂമിൽ, നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ ഈ ഒരു സിലബസ് നിങ്ങൾ മസ്റ്റായിട്ട് ഒന്നെങ്കിൽ നിങ്ങളുടെ വോളിൽ എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്ത് വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫയലിലാക്കി നിങ്ങളുടെ ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ ഈ സിലബസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളൊരു ത്വരയുണ്ടാവും. അപ്പം അതൊരു പോസിറ്റീവ് വൈബായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്യും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ
ഇതിലുള്ളത്. അപ്പോൾ മെഷർമെൻറ്റിലുള്ള മീറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കാം. വേരിയസ് ടൈപ്പ് ഓഫ് ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്: വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, എനർജി മീറ്റർ, വാട്ട് മീറ്റർ, സിംഗിൾ ഫേസ് ആൻഡ് 3 ഫേസ് പവർ മെഷർമെൻറ്റ്, മെഷർമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ്, പവർ ഫാക്ടർ മീറ്റർ, സിംഗ്രോസ്കോപ്പ്, TOD മീറ്റർ, CRO, ഇൻസുലേഷൻ മെഗർ ആൻഡ് എർത്ത് മെഗർ, മൾട്ടിമീറ്റർ, CT ആൻഡ് PT. ഇത്രയും കാര്യങ്ങളാണ് മെഷർമെൻറ്റിലുള്ളത് കേട്ടോ. ഇനി നമുക്ക് വേറെ ഒരു അഡീഷണൽ ആയിട്ടുള്ളൊരു 5ാമത്തെ മൊഡ്യൂളിൽ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മുടെ തൊട്ട് മുൻപ് വിളിച്ചിട്ടുള്ള ഒരു സിലബസിലെ കാര്യങ്ങളാണ്. അതിൽ ഇലക്ട്രീഷ്യൻ എക്സാം ഉൾപ്പെടെ ഇതിൽ നിന്നായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി പുതിയ സിലബസ് വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അതിനെക്കുറിച്ചൊരു വ്യക്തത ഇല്ല. നമ്മളിപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് സിലബസിനെ കുറിച്ചൊരു ഡിസ്കഷൻ നടത്തുന്നത്. അതിലേത് ടോപ്പിക്ക് കൂടെ പറയുന്നുണ്ട്? സേഫ്റ്റി. ആ സേഫ്റ്റിയുടെ കാര്യത്തിൽ ബേസിക് സേഫ്റ്റി റിക്വയർമെൻറ്റ്സ്, ഇലക്ട്രിക് ഷോക്ക് റിക്വയർമെൻറ്റ് ഫോർ അവോയ്ഡിങ് ഷോക്ക്, ഫസ്റ്റ് എയ്ഡ് ഇൻസ്റ്റലേഷൻ, കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ബാറ്ററീസ് ആൻഡ് സോളാർ സെൽസ്, ഡിറ്റർമൈൻ ദ ടോട്ടൽ നമ്പർ ഓഫ് സെൽസ് റിക്വയർഡ് ഫോർ എ ഗിവൺ പവർ എക്യുപ്മെൻറ്റ് റിക്വയർമെൻറ്റ്സ്. ഓക്കെ, അപ്പം സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ കൂടുതലും ഒരു ITA സിലബസിൽ നിമി ടെക്സ്റ്റ് റെഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സേഫ്റ്റിയെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ AZB അക്കാഡമിയിൽ നമ്മൾ ഇതിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് വേണ്ടുന്ന എങ്ങനെ പഠിക്കണം, എവിടെ തുടങ്ങണം എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും പറയുകയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ്. ഓക്കെ, അതാണ് മൊഡ്യൂൾ 5 നമ്മൾ കണ്ടത്. ഇനി മൊഡ്യൂൾ 6 വയറിംഗ് ആക്സസറീസ് ആണ് കേട്ടോ. വയറിംഗ് ആക്സസറീസിൽ വരുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ വയറിങ്ങിന് ഉപയോഗിക്കുന്നതായിട്ടുള്ള ഇതൊക്കെ വളരെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതെല്ലാം വേരിയസ് വയറിംഗ് ഏതൊക്കെയാണ്? സിംഗിൾ വയർ, സിംഗിൾ സ്ട്രാൻഡ് ആൻഡ് മൾട്ടി സ്ട്രാൻഡ്, കറണ്ട് റേറ്റിംഗ് ഫ്യൂസസ്, കാട്രിഡ്ജ് ആൻഡ് HRC, സ്വിച്ചസ്, SPST, SPDT, TP, TT, ICDP, ICTP, ടോഗിൾ സ്വിച്ച്, ലിമിറ്റ് സ്വിച്ച്, സേഫ്റ്റി ഡിവൈസസ്, MCB, ELCB, RCCB, ഇലക്ട്രിക്കൽ ഇലുമിനേഷൻ, എർത്തിങ് പൈപ്പ് ആൻഡ് പ്ലേറ്റ് എർത്തിങ്. എല്ലാ ടോപ്പിക്കും എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. 10 മാർക്കിന് ക്യാരി ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് വയറിംഗ് ആക്സസറീസ്. ഇനി 5, ഇത് 6ാമത്തെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി 7ാമത്തെ നോക്കുമ്പം നമുക്ക് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ ടോപ്പിക്കാണ് DC മെഷീൻ. ഓക്കെ, DC ജനറേറ്റർ, കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, ക്ലാസിഫിക്കേഷൻ, EMF ഇക്വേഷൻ, വേവ് ആൻഡ് ലാപ്പ് വൈൻഡിങ് ക്യാരക്ടറിസ്റ്റിക്സ്, സിമ്പിൾ പ്രോബ്ലംസ്, DC മോട്ടോർ കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, ടൈപ്പ്, EMF ഇക്വേഷൻ, ടോർക്ക്, സിമ്പിൾ പ്രോബ്ലം, വേരിയസ് സ്റ്റാർട്ടേഴ്സ്, സ്പീഡ് കൺട്രോൾ, ടെസ്റ്റിംഗ്, MG സെറ്റ്. എല്ലാം ഈ ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്സുകളാണ് ഇതെല്ലാം തന്നെ. ഇനി 8ാമത്തെ മൊഡ്യൂളിൽ AC മെഷീൻസ് ആണ് കേട്ടോ. ഇത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം AC മെഷീൻ എന്ന് പറയുന്നത് 3-4 ടൈപ്പ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നത് ട്രാൻസ്ഫോർമർ ആണ്. ട്രാൻസ്ഫോർമറിൻ്റെ കൺസ്ട്രക്ഷൻ, പ്രിൻസിപ്പിൾ, ടൈപ്പ്, EMF ഇക്വേഷൻ, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ, ലോസസ് ആൻഡ് എഫിഷ്യൻസി, ഓൾ ഡേ എഫിഷ്യൻസി, സിമ്പിൾ പ്രോബ്ലംസ്. ഇനി 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ്. 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സിൽ പറയുമ്പോൾ പ്രിൻസിപ്പൽ, കൺസ്ട്രക്ഷൻ, ടൈപ്പ്, അതിൻ്റെ സ്ലിപ്പ്, ടോർക്ക്, ലോസസ്, എഫിഷ്യൻസി, പവർ സ്റ്റേജസ്, സ്പീഡ് കൺട്രോൾ ആൻഡ് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ. ഇനി ഓൾട്ടർനേറ്റേഴ്സ് അല്ലെങ്കിൽ സിങ്ക്രണസ് ജനറേറ്റേഴ്സ് അല്ലെങ്കിൽ AC ജനറേറ്റേഴ്സ് എന്നൊക്കെ നമുക്ക് പറയുന്ന കൺസ്ട്രക്ഷൻ, പ്രിൻസിപ്പൽ, EMF ഇക്വേഷൻ, ലോസസ് ആൻഡ് എഫിഷ്യൻസി. ഇനി 3 ഫേസ് സിങ്ക്രണസ് മോട്ടോർ അല്ലേ. 3 ഫേസ് സിങ്ക്രണസ് മോട്ടോർ ഉണ്ട്, സിംഗിൾ ഫേസ്. പിന്നെ അടുത്തത് വരുന്നതാണ് സിംഗിൾ ഫേസ് മോട്ടോഴ്സ്. അത് സിംഗിൾ ഫേസ് ആൻഡ് FHP ഫ്രാക്ഷണൽ ഹോഴ്സ് പവർ മോട്ടേഴ്സ് ആണ് FHP മോട്ടോഴ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ പല ടൈപ്പ് വരുന്നുണ്ട് സിംഗിൾ ഫേസിൽ തന്നെ. ഇൻഡക്ഷൻ മോട്ടോർ, യൂണിവേഴ്സൽ മോട്ടോർ, AC സീരീസ് മോട്ടോർ, സെർവോ മോട്ടോർ, സ്റ്റെപ്പർ മോട്ടോർ, സ്പ്ലിറ്റ് ഫേസ് മോട്ടോർ, അങ്ങനെയുള്ള മോട്ടോഴ്സൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു വലിയ ഒരു മൊഡ്യൂൾ തന്നെയാണ് 8ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. പക്ഷേ 10 മാർക്ക് തന്നെയാണ് ക്യാരി ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഓരോ മെഷീനുകളിൽ നിന്നും ഓരോ ചോദ്യങ്ങളൊക്കെ അല്ലെങ്കിൽ 2 ചോദ്യങ്ങളെങ്കിലും വെച്ച് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു സിലബസ് ആണ്.
9ാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ഇലക്ട്രോണിക്സിന്റെ കുറച്ച് പോർഷൻ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ് കേട്ടോ. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നമ്മൾ നമ്പർ സിസ്റ്റം, ലോജിക് ഗേറ്റുകളായിട്ടുള്ള ആൻഡ്, ഓർ, നോട്ട്, നാൻഡ്, നോറ്, ഡിമോർഗൻസ് തിയറം, ഹാഫ് ആഡർ, ഫുൾ ആഡർ, ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്, കൗണ്ടേഴ്സ്, ADC, DAC, സോൾഡറിങ് ടെക്നിക്ക്, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഏതിലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്, നമ്മുടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ടോപ്പിക്സുകൾ. ഇനി ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ പവർ ഇലക്ട്രോണിക്സ് ആണ് കേട്ടോ. പവർ ഇലക്ട്രോണിക്സിൽ ഹാഫ് വേവ് ആൻഡ് ഫുൾ വേവ് റെക്ടിഫയർ വിത്ത് ആൻഡ് വിത്തൗട്ട് ഫിൽറ്റർ, UJT റിലാക്സേഷൻ ഓസിലേറ്റർ, FET, JFET, ട്രയാക്ക്, ഡയാക്ക്, IGBT, SCR ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഇൻവെർട്ടർ, റെഗുലേറ്റഡ് DC പവർ സപ്ലൈ, ബാറ്ററി ചാർജർ, UPS. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്കുകളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും നമ്മൾ പുതിയതായിട്ടുള്ള ടോപ്പിക്ക് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മളൊരു പണ്ട് മുതലേ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗുമായിട്ട് ചോദിച്ചു വരുന്ന ആ സിലബസ് തന്നെയാണ്. പിന്നെ ചിലതിലൊക്കെ ഓർഡർ വ്യത്യാസം ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലതിൽ ഈ പറഞ്ഞ കണക്ക് എണ്ണം മീൻസ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി കുറച്ച് ചിലപ്പോൾ കുറവായിട്ടുണ്ടാവാം. പക്ഷേ എല്ലാ സിലബസുകളും നമ്മൾ കേട്ടിട്ടുള്ള ടോപ്പിക്സുകൾ തന്നെയാണ്. അപ്പം ഡിപ്ലോമ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ഡിപ്ലോമ ആൻഡ് BTech ഹോൾഡേഴ്സ് ഈ അവസരം ഒരിക്കലും പാഴാക്കരുത്. നല്ലൊരു അവസരമാണ്, നല്ലൊരു ജോലി സാധ്യതയാണ്. നമുക്ക് ജോലി കിട്ടാൻ പോകുന്നത് നമ്മുടെ പോളിടെക്നിക് കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലും ടെക്നിക്കൽ ഹൈസ്കൂളുകളിലുമാണ്. ഈ ഒരു ഇലക്ട്രിക്കൽ ഇൻസ്ട്രക്ടർ, ഡെമോൺസ്ട്രേറ്റർ എന്നൊക്കെയുള്ള ഈ പോസ്റ്റ് നമുക്ക് നൽകാൻ പോകുന്നത്. നല്ലൊരു സാലറി പാക്കേജ് ഉൾപ്പെടെയാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജൂൺ 30-ാം തീയതി മുതൽ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് PSC. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നമ്മുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവർ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഈ ഒരു വേക്കൻസി എന്ന് പറയുന്നത്. നല്ലൊരു ഗവൺമെൻറ് ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങി അതിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള ശ്രമിക്കുക. ഈ ഒരു കോഴ്സിലേക്കുള്ള AZB അക്കാഡമിയുടെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ AZB അക്കാഡമിയുമായി കോൺടാക്റ്റ് ചെയ്യാനായി സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ടാൽ മാത്രം മതി. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.